നമസ്കാരം. സംസ്ഥാനത്ത് മഴ കനത്തതോടെ 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, കല്ലാർ ഡാമുകളിലും തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകൂത്ത് ഡാമിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകൂത്ത് ഡാമുകളിലെ സ്പിൽവേകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതായി KSEB അറിയിച്ചു. ലോവർ പെരിയാറിൽ ജലസംഭരണ ശേഷിയുടെ 100% ഇപ്പോഴത്തെ ജലനിരപ്പ്. നിലവിൽ 226.01 ക്യൂബിക് പെർ സെക്കൻഡ് വെള്ളമാണ് ഇവിടെ സ്പിൽവേയിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നത്. കല്ലാർകുട്ടി ഡാമിന്റെ ജലനിരപ്പ് 98.48% എത്തിയിട്ടുണ്ട്. ഇവിടെ 181.59 ക്യൂബിക് പെർ സെക്കൻഡ് വെള്ളവും തുറന്നു വിടുന്നുണ്ട്. പെരിങ്ങൽകൂത്ത് ഡാമിൽ 93.47% നിലവിലെ ജലനിരപ്പ്. ഇവിടെ 185.50 ക്യൂബിക് പെർ സെക്കൻഡ് വെള്ളമാണ് തുറന്നു വിടുന്നത്. ഇന്നും നാളെയും കേരളത്തിൽ മഴ കനക്കും. ആഗോള മഴപ്പാത്തിയായ MJ അഥവാ മാഡൻ ജൂലിയൻ ഓസിലേഷൻ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നതാണ് മഴയ്ക്ക് കാരണം. മേഘങ്ങൾ കൂട്ടമായി ഭൂമധ്യരേഖയ്ക്ക് കുറുകെ നീങ്ങുന്നതാണ് നമുക്കറിയാവുന്ന പോലെ ഈ MJ പ്രതിഭാസം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. MJ പ്രതിഭാസത്തിന്റെ സ്വാധീനത്താൽ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദങ്ങളും രൂപം കൊണ്ടേക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അതേസമയം കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മ മരിച്ചു. കേരളത്തിൽ ഇന്ന് മഴക്കെടുതിയിൽ മരിച്ചത് 4 പേരാണ്. ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക.